നമ്മുടെ സിനിമാ ലോകത്ത് പുതുമയുള്ള ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പുതുമയുള്ള പ്രമേയങ്ങൾ, പുതുമയുള്ള അവതരണ രീതി. പക്ഷേ അപ്പോഴും മണ്ണിൻ്റെ മണമുള്ള സിനിമകൾക്ക് നമ്മുടെ എല്ലാം മനസ്സിൽ വലിയൊരു സ്ഥാനമുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു സിനിമയുടെ സംവിധായകനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സ്വർഗം സിനിമയുടെ സംവിധായകൻ റജീസ് ആൻ്റണി. റജീസ്, നമസ്കാരം. അല്ല, ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരിയേറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കുറേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന കുറേ പടങ്ങളുണ്ട്. അത് താങ്കൾക്കും ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ അറിയുന്നുണ്ടാവും. അതിൻ്റെ പിന്നിൽ ചില കോക്കസുകൾ എന്നൊരു സംസാരവും നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ എത്രമാത്രം വാസ്തവമുണ്ട്? അത് കോക്കസുകൾ നല്ല പറയണ്ടേ വെച്ചാൽ, നമ്മൾ ഇപ്പോഴും മലയാളത്തിലൊരു ഒരു പ്രശ്നം, ഇപ്പോൾ തമിഴിനേക്കാളും നമ്മളിവിടെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഇവിടെ നമ്മളിപ്പോൾ ഒരു ഓഡിയൻസ് സിനിമ കാണാൻ പോകുന്നത് ആർട്ടിസ്റ്റിനെ നോക്കിയാണ്, ഹീറോ ആരാണ്. ഇപ്പം നമുക്ക് ഇവിടെ സാറ്റലൈറ്റ് വാല്യൂ ഉള്ള അല്ലെങ്കിൽ തിയേറ്ററിലേക്ക് സാധാരണ ഒരു ക്രൗഡിനെ പുള്ള് ചെയ്യാൻ ശേഷിയുള്ള നടന്മാരെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഇപ്പോൾ മമ്മൂക്കയും അല്ലെങ്കിൽ ലാലേട്ടനും അല്ലെങ്കിൽ പൃഥ്വിരാജ്, ഫഹദ്, ഇതിന് താഴേക്കുള്ള ആർട്ടിസ്റ്റുകൾ വരുമ്പം നമ്മൾ തിയേറ്റർ അവൈലബിലിറ്റി, അതുപോലെ തിയേറ്ററിലേക്ക് ആൾക്കാർ ഫസ്റ്റ് ഡേ പോകുന്നതിൻ്റെ ഒരു റെസ്പോൺസ്, ഇതിനനുസരിച്ച് നമ്മൾ പബ്ലിസിറ്റി ചെയ്യേണ്ടതായി വരും. ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്നതിൻ്റെ ഒരു ഏകദേശം പകുതി തന്നെ നമ്മൾ പബ്ലിസിറ്റി, പ്രൊമോഷൻ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു. അതൊരു ചെറിയൊരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച്, ഒരു തുടക്കക്കാരെയൊക്കെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നങ്ങളാണ്. തിയേറ്റർ നമുക്ക് അവൈലബിലിറ്റി ആണ് എൻ്റെ ഒരു വലിയ പ്രശ്നം. എന്നാൽ അത്യാവശ്യം ഇപ്പം മൗത്ത് പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ നമ്മളിപ്പോൾ ഒരു വെള്ളിയാഴ്ച മുതൽ ശനി, തിങ്കൾ കഴിഞ്ഞ് പടം പുൾ ഓഫ് ചെയ്യണമെങ്കിൽ, കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഒരു മൗത്ത് പബ്ലിസിറ്റി വരണം. എത്ര പ്രൊമോട്ട് ചെയ്താലും, അത് അതിൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ, എത്ര പ്രൊമോട്ട് ചെയ്താലും പടം നല്ലതല്ലെങ്കിൽ, പടത്തിനൊരു മെറിറ്റ് ഇല്ലെങ്കിൽ ആരും തിയേറ്ററിലേക്ക് പോകില്ല. മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് വരുന്നത് പടം നന്നാകുമ്പോൾ മാത്രമാണ്. അത് മൗത്ത് പബ്ലിസിറ്റി വരണമെങ്കിൽ ആൾക്കാർ തിയേറ്ററിലേക്ക് വന്ന് കാണണം. അപ്പോൾ കാണാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ കാണാൻ അവരെ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ ആരാണെങ്കിലും, XY ആരാണ്, പുതിയ പ്രൊഡ്യൂസറെങ്കിലും അല്ലെങ്കിൽ ഡയറക്ടർമാരാണെങ്കിലും നടന്മാരാണെങ്കിലും എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ പ്രൊമോഷൻ ഒത്തിരി കൂടുതൽ വേണമെന്നാണ് പറഞ്ഞു വരുന്നത്. അല്ല, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പ്രൊമോഷൻ വളരെ മസ്റ്റാണ്. വെച്ചാൽ ഇപ്പോൾ എല്ലാവരും, ആർക്കും സമയമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഇപ്പം ഫേസ്ബുക്കിനേക്കാൾ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിനെ, എല്ലാ റീൽസിലേക്ക് ഷോർട്ട് ടൈമിൽ ആൾക്കാർ കാണുന്നതുകൊണ്ട് എല്ലാവരും ഈ പ്രൊമോഷൻ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യും. ഇപ്പോൾ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ സിനിമയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂസ് വന്നാലേ സിനിമ കാണാൻ പോകുള്ളൂ. അല്ലെങ്കിൽ അത്രയ്ക്കും ഇപ്പം അന്യഭാഷാ ചിത്രങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ രജനീകാന്തിൻ്റെയോ അല്ലെങ്കിൽ വിജയുടെ ഒക്കെ സിനിമ വന്നാൽ നമ്മൾ ഏർലി മോർണിംഗ് ഒക്കെ ഷോ വെക്കും. അതിന് നമ്മുടെ ആൾക്കാർ 4 മണിക്ക് അവരൊക്കെ പോവും. പക്ഷെ നമ്മുടെ സിനിമ വന്നാൽ അങ്ങനെ പോവില്ല, മലയാള സിനിമ വന്നാൽ പോവില്ല. അപ്പോൾ മലയാള സിനിമയെക്കുറിച്ച് ഒന്ന് അറിഞ്ഞ് അവരിലേക്കൊരു ഇത് എത്തിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതിനിപ്പം വലിയൊരു പ്രൊമോഷൻ കണ്ടന്റ്, വെറുതെ നല്ല സിനിമ ചെയ്യൽ മാത്രമല്ല, സിനിമ ചെയ്തുകൊണ്ട് കാര്യമില്ല. സിനിമ അത് ഇപ്പോൾ ഏതൊരു മാർക്കറ്റിലൊരു പ്രൊഡക്റ്റ് വരുന്ന പോലെ തന്നെയാണ്, പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. അത് നമ്മൾ സെയിലബിലിറ്റി അല്ലെങ്കിൽ അത് ആൾക്കാരുടെ ഒരു അറ്റൻഷൻ മേടിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഈ നല്ല സ്റ്റാർ വാല്യൂ ഉണ്ടെങ്കിലാണ്, അത് കണ്ടിട്ടാണ് പല ആളുകളും ഫിലിം കാണാനായിട്ട് തയ്യാറാവുന്നത് എന്നുള്ളത്. സംവിധായകന്റെ പേര് കേട്ട് സിനിമ കാണണം എന്ന് റജീസിന് താല്പര്യമില്ലേ? അല്ല, അത് സംവിധായകർക്ക് അങ്ങനെ എന്റെ പടം, എന്റെ പേര് കണ്ട് അല്ല, അതൊരു സംവിധായകർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അതിപ്പോൾ മലയാളത്തിൽ പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് ആ കാര്യം. ഇപ്പോൾ ഫാസിൽ സാറിൻ്റെ അല്ലെങ്കിൽ സത്യനന്ദിക്കാട് സാറിൻ്റെ അല്ലെങ്കിൽ സിദ്ദിഖ് ലാൽ, ജോഷ് സാറ്, അങ്ങനെ തമ്പികണ്ണൻ സാറ്, ഷാജി കല സാറ്, അങ്ങനെ അവരുടെ എല്ലാം സിനിമകൾക്കൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നല്ലോ. ഓരോ ജോണറിലുള്ള സിനിമകൾ അവർ ചെയ്യുന്നത് ഇപ്പോഴും ഉണ്ടത്. ഇപ്പം എത്ര സംവിധായകരുണ്ട്, ഇപ്പം ജിത്തു ജോസഫ് ആണെങ്കിലും ദിലീഷ് പോത്തനാണെങ്കിലും അങ്ങനെ കുറേ സംവിധായകരുണ്ട്. പക്ഷേ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ 2-3 വർഷമായിട്ട് സിനിമകൾ സംവിധാനം ചെയ്യുന്ന സംവിധായകരെക്കുറിച്ച് അവരുടെ പേരുകൾ നമുക്കറിയില്ല. സിനിമകൾ നമുക്കറിയാം, വലിയ ഹിറ്റായി 25-50 കോടി രൂപ കളക്ഷൻ ബോക്സ് ഓഫീസിൽ കിട്ടിയ സിനിമകളെക്കുറിച്ച് അറിയാം, നടന്മാരെക്കുറിച്ച് അറിയാം, പക്ഷേ ആ സംവിധായകരെക്കുറിച്ച് അറിയില്ല. അത് സംവിധായകർ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ അത് സംവിധായകരും സെൽഫ് മാർക്കറ്റിങ്ങിന് ഇറങ്ങേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ സിനിമ ആസ്വദിക്കുന്ന രീതി തന്നെ മാറിയില്ല. ഇപ്പം നമ്മൾ ഈ 2-3 വർഷമായിട്ട് കോവിഡ് കഴിഞ്ഞ് OTTയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അവർ എല്ലാ അന്യഭാഷ സിനിമകൾ, ഇപ്പം കൊറിയൻ സിനിമകളാണെങ്കിലും സ്പാനിഷ് ആണെങ്കിലും എല്ലാ ലാംഗ്വേജിലുള്ള സിനിമകൾ ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും
കാണാനുള്ളൊരു സാധ്യതകളുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ CD അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇപ്പം എല്ലാവർക്കും മൊബൈലിൽ തന്നെ ഇതെല്ലാം കാണാം. അപ്പം ആൾക്കാരുടെ ആസ്വാദന രീതി കണ്ടമാനം മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്ടേഴ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും സിനിമ പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും നേരിടുന്നൊരു ചലഞ്ച് ഏത് രീതിയിലുള്ള സിനിമകൾ ചെയ്യണമെന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ കഥ ആൾക്കാർക്ക് കൺവിൻസിങ് ആയിട്ട് പെട്ടെന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു കൺഫ്യൂസിങ് ഇല്ലാതെ പറഞ്ഞു പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളതിനകത്ത് കഥയാണ് സിനിമയുടെ, അല്ലെ തിരക്കഥയാണ് സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ സിനിമാ ലോകം സ്റ്റാർട്ട് ചെയ്തത് തമ്പി കണ്ണന്താനം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലി അവിടെ നിന്നാണ് തുടങ്ങിയത്. കുറച്ച് വർഷങ്ങളുമായി. അപ്പോൾ അന്നത്തെ സിനിമയും ഇന്നത്തെ സിനിമയും ടെക്നിക്കലി ആയാലും അല്ലാതെ ആയാലും ഈ വർക്ക് സ്പേസിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട? തമ്പി കണ്ണന്താനം സാറിൻ്റെ ഒന്നാമെന്നുള്ള സിനിമയിൽ ആദ്യം വരുന്നത്. ഓക്കെ. അത് കഴിഞ്ഞ് ഷാജി കൈലാസാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ആ സമയത്തൊക്കെ ഫിലിമിലായിരുന്നല്ലോ സിനിമ ഷൂട്ട്. അത് കഴിഞ്ഞ് ഡിജിറ്റലിലേക്ക് വന്നു. ഇപ്പം സിനിമയുടെ കൾച്ചർ തന്നെ മാറി. ഇപ്പം ക്യാരവാൻ ഇത് വന്നു. അങ്ങനെ മൊത്തത്തിലെ ഒരു വലിയ ജനറേഷൻ, പുതിയൊരു ജനറേഷൻ വന്നു. പക്ഷേ അതിൽ സിനിമയുടെ ഒരു കഥ പറച്ചിൽ രീതി ഒന്നും മാറിയിട്ടില്ല. ഇല്ല, ടെക്നിക്കലി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ്. അതിപ്പോൾ ഏത് മീഡിയത്തിലും ഇപ്പം അന്ന് മൊബൈൽ ഫോൺ വന്നതിൻ്റെ അതിൻ്റെ ഒരു വ്യത്യാസങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ടെക്നിക്കലി പുതിയ പുതിയ അഡ്വാൻസ്ഡ് കാര്യങ്ങൾ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമയുടെ കഥ പറച്ചിലോ അല്ലെങ്കിൽ തിരക്കഥയിലോ അല്ലെങ്കിൽ അഭിനയത്തിലോ ഇതിലൊന്നും യാതൊരു വ്യത്യാസം വന്നില്ല. ഡയറക്ഷനിലും വ്യത്യാസം വന്നിട്ടില്ല. കുറേ കൂടുതൽ അഡ്വാൻസ്ഡ് എക്യുപ്മെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ. ചെലവിൻ്റെ കാര്യം നോക്കിയാലോ? ചെലവിൻ്റെ കാര്യം വളരെയധികം കൂടിപ്പോയി. ചെലവ് വളരെയധികം കൂടിപ്പോയി. ഫിലിമിനെ അപേക്ഷിച്ച് ഡിജിറ്റലി ചെയ്യുമ്പം ഷൂട്ടിംഗ് എക്സ്പെൻസ് കുറവാണ്. പക്ഷേ നമ്പർ ഓഫ് ഡേയ്സ് കൂടി, ഷൂട്ടിംഗ് കൂടി. മറ്റേത് നമ്മളിപ്പോൾ ഒരു 30-35 ദിവസം കൊണ്ട് തീരുന്നത് ഇപ്പോൾ ഒരു വലിയ പടങ്ങളൊക്കെ 70 അല്ലെങ്കിൽ 100 ദിവസങ്ങളിലൊക്കെ അത്ര ഷൂട്ടിംഗ് എക്സ്പെൻസ് വന്നു. അപ്പോൾ പെർ ഡേ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ അവിടെ എക്സ്പെൻസ് കൂടി. അപ്പോൾ ഇപ്പോൾ കുറച്ചുകൂടെ കൂട്ടായിട്ട് പുതിയ ജനറേഷൻ ഒരു ഗ്രൂപ്പ് എഫേർട്ടാണ് ഇപ്പോഴത്തെ സിനിമ. ഓക്കെ. സിനിമയുടെ ചെലവ് മൊത്തത്തിൽ കൂടിയെങ്കിലും വരുമാന മാർഗങ്ങളും കൂടി. ഇപ്പോൾ അതും കൂടി. ഇപ്പോൾ റവന്യൂവും കൂടി. ഇപ്പോൾ OTT വന്നു. അതുപോലെ നമ്മൾ ഇപ്പോൾ മ്യൂസിക് ഇൻഡസ്ട്രി തന്നെ ഇപ്പോൾ നമ്മൾ സിനിമയിലെ സോങ്ങിൻ്റെ ഓഡിയോ റൈറ്റ്സ് തന്നെ ഇപ്പോൾ നമ്മൾ മൊബൈലിൽ റിംഗ് ടോൺ ആയിട്ട് മുതൽ ഡയൽട്രോൺ മുതൽ ഇപ്പോൾ സ്പോട്ടിഫൈ, ഇപ്പോൾ കുട്ടികൾ റീൽ എടുക്കുന്നു. ഇതെല്ലാം നമ്മുടെ സിനിമയ്ക്ക് റവന്യൂ കൂടാൻ കാരണമായിട്ടുണ്ട്. ഈ പള്ളിക്കത്തോടിലെ ചെറിയ കാലഘട്ടം, സ്കൂൾ കാലഘട്ടമൊക്കെ അതൊരു സ്വർഗം ടൈപ്പ് തന്നെയായിരുന്നു. അതെ, തനി നാട്ടുമ്പുറമാണ് നമ്മുടേത്. പള്ളിക്കത്തോട് എന്ന് വെച്ചാൽ നമ്മൾ അന്ന് സിനിമയൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ച ഒരു സ്കൂളാണ് ഇന്നിപ്പം കേരള സർക്കാരിൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മോഡലിൽ ഉമ്മൻചാണ്ടി സാർ ഇരുന്ന സമയത്ത് KR നാരായണൻ വിഷ്വൽ സയൻസ് പള്ളിക്കത്തോട് തന്നെയാണ്. പള്ളിക്കത്തോട് നിന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മോഡലിൽ, അല്ലെങ്കിൽ സത്യജിത് റേ കൽക്കട്ടയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മോഡലിൽ കേരള സർക്കാർ തുടങ്ങിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ്. അവിടെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് വന്നതാണ്. അവിടെ തനി നാട്ടുമ്പുറമാണ്. ഓക്കെ. ഹൈസ്കൂൾ പഠനവും കോളേജും ഒക്കെ? ഞാൻ കോളേജിൽ അത് കഴിഞ്ഞിട്ട് പാലാ സെൻറ് തോമസ് കോളേജിലാണ് പഠിച്ചത്. ഡിഗ്രി, PG കഴിഞ്ഞു, MCOM കഴിഞ്ഞു. MCOM കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമ ഫീൽഡിലേക്ക്. സിനിമ കഴിഞ്ഞാൽ റജിസിൻ്റെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് മറ്റെന്ത് കാര്യങ്ങളിലാണ്? സ്പോർട്സിലായിരുന്നു. ഏതായിരുന്നു? ഞാൻ കോളേജിൽ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അതുപോലെ അത്ലറ്റിക് ചാമ്പ്യൻ ആയിരുന്നു. അങ്ങനെ സ്പോർട്സിനോടായിരുന്നു അന്ന് കുറച്ചുകൂടെ നമുക്ക് ഇൻട്രസ്റ്റ്. ക്രിക്കറ്റിൽ എന്തായിരുന്നു? ബാറ്റ്സ്മാൻ, ബൗളർ? ഞാൻ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു, ലെഫ്റ്റ് ഹാൻഡ്. പിന്നെ ബൗളറായിരുന്നു, സ്പിൻ ബൗളറായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഇപ്പോൾ ഡയറക്ടേഴ്സ് ടീമിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ടീമിലും കളിച്ചിട്ടുണ്ട്, ഡയറക്ടേഴ്സിൻ്റെ ടീമിലും കളിക്കുന്നുണ്ട്. ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഡിമാൻഡ് ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഇനി അത് കഴിഞ്ഞാൽ വേറെ ഏത് വിഷയമാണ് എടുത്ത് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് കോൺഫിഡൻസ് ഉള്ളത്? ക്രിക്കറ്റ് കളി ബേസ് ചെയ്ത് ശരിക്കും 1983 പോലൊരു സിനിമ നമുക്ക് ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പോൾ ക്രിക്കറ്റ് ഫാൻസും ക്രിക്കറ്റ് പ്ലേയേഴ്സും ഒക്കെ ഒത്തിരി നാട്ടിലുള്ളത് കൊണ്ട് തന്നെ അവരെ തിയേറ്ററിൽ കൊണ്ടുവരാൻ നല്ലൊരു മാർഗമാണ്. അല്ല, ക്രിക്കറ്റ് എല്ലായിടത്തും കണക്റ്റഡ് ആണല്ലോ. ഇപ്പം ഇന്ത്യ മൊത്തത്തിൽ കണക്റ്റഡ് ഒറ്റ ഒരു കാര്യം ക്രിക്കറ്റാണ്. അല്ല, ഞാനിപ്പോൾ പറയുന്ന ഒരു കാര്യം, പുതിയ പ്രമേയം, പുതിയ അവതരണ രീതി, ആ തരത്തിൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു മൂവി മനസ്സിലുണ്ടോ? ഏത് തിരക്കഥ? ഇപ്പോൾ ഒരു സംവിധായകൻ പലതരത്തിലുള്ള പല ജോണറിലുള്ള സിനിമകൾ ചെയ്യണം. ഇപ്പോൾ ആക്ഷൻ സിനിമകളാണെങ്കിലും, ഇപ്പം സസ്പെൻസ് ത്രില്ലർ ആണെങ്കിലും, ഇപ്പോൾ ഹ്യൂമർ ആണെങ്കിലും, ഫാമിലി ബേസ്ഡ് സിനിമകളാണെങ്കിലും, ഇപ്പം നമ്മളിപ്പോൾ ഹൊറർ കോമഡി അങ്ങനെയുള്ള സിനിമകൾ, ഏത് തരത്തിനും ഇവിടെ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ എല്ലാ തരത്തിലുള്ള സിനിമകൾ, ഇപ്പോൾ ഒരു ജോണറിൽ തന്നെ നമ്മൾ സിനിമ ചെയ്ത് അങ്ങനെ പോകണമെന്ന് എനിക്ക് പ്രത്യേകിച്ച് താല്പര്യമില്ല. പല കഥകളുണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് ചെയ്തു വെച്ച കുറേ തിരക്കഥകളുണ്ട്. അതൊക്കെ ദൈവാനുഗ്രഹിച്ച്
എത്രയും വേഗം സിനിമ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളൂ. പലതരത്തിലുള്ള പല ജോണറിലുള്ള സിനിമകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഇത് ഏത് ജോണറിലുള്ള മൂവി ആയാലും ചെയ്ത് വിജയിപ്പിച്ച് വീണ്ടും നമുക്കിതുപോലെ ഇരിക്കാൻ അവസരം ഉണ്ടാകട്ടെ. ഓക്കെ, താങ്ക് യു. ഓൾ ദി വെരി താങ്ക് യു വെരി മച്ച്. ഓക്കെ.